കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിൽ അദ്ദേഹം LDF മന്ത്രിസഭയിലെ മുൻ തുറമുഖ വകുപ്പ് മന്ത്രി കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലയളവിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചയാളാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി, അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് വലിയ രീതിയിലുള്ള നേതൃത്വ പാടവം വഴി അതിൽ വലിയ രീതിയിലുള്ള ഒരു പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. നിയമസഭാ സാമാജികനാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് എന്ന് പറഞ്ഞ അണികളിൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കാരണം മൊത്തത്തിലുള്ള ഒരു റിപ്പോർട്ടുകൾ അനുസരിച്ച് വീണ്ടും തുടർഭരണം വരാം, എക്സിറ്റ് പോളുകൾ മാറ്റി നിർത്തിയാൽ. തീർച്ചയായും കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകളാണ് തയ്യാറാക്കി നടപ്പിലാക്കിയിട്ടുള്ളത്. ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഏതൊരു വോട്ടർക്കും അക്കാര്യത്തിലൊരു സംശയം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മൂന്നാമതും സഖാവ് പിണറായിയുടെ ഭരണം വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കോഴിക്കോട്ട് സൗത്ത് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് 1322 കോടി രൂപയുടെ പദ്ധതികൾ ഈ കാലയളവിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഏറെക്കാലമായി മുടങ്ങി കിടന്നിരുന്ന നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ദീർഘകാലമായി കോഴിക്കോട്ടെ ജനങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു പുതിയ പാലത്ത് ഒരു വലിയ പാലം നിർമ്മിക്കണമെന്നത്. ഏതാണ്ട് 60 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് ആ പാലം യാഥാർത്ഥ്യമായിട്ടുള്ളത്. കോഴിക്കോട് ബീച്ചിൻ്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സായാഹ്നങ്ങളിൽ കുടുംബസമേതം പോയിരിക്കാൻ കണ്ണമ്പറമ്പ് ശ്മശാനത്തോട് ചേർന്നുകൊണ്ട് ഒരു വലിയ സംവിധാനത്തിൽ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കല്ലായി പുഴയിൽ നിരവധി അപകടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കല്ലായിയുടെ കടൽ ഭാഗത്തുകൾ അതുപോലെയുള്ള അപകടങ്ങൾ നിരന്തരമായി ഉണ്ടാകാറുണ്ടായിരുന്നു. 2 പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കല്ലായിപ്പുഴയുടെ ആഴം കൂട്ടി അവിടുന്ന് മണൽ വാരിക്കൊണ്ട് ആഴം കൂട്ടൽ പ്രവൃത്തി കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ കല്ലായിയുടെ കടൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പുലിമുട്ടില്ലാത്ത പ്രശ്നമായിരുന്നു വലിയ പ്രശ്നമായി മാറിയിരുന്നത്. 8 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പുലിമുട്ട് നിർമ്മിച്ചു. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടു. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ സ്ഥാപിക്കും എന്ന് തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. അതിൻ്റെ ആദ്യപടി എന്ന നിലക്ക് മുഖദാറിൽ അതിൻ്റെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. അതുപോലെ തന്നെ മ്യൂസിയം വകുപ്പിൻ്റെ മന്ത്രി കൂടിയായിരുന്നു ഞാൻ. ഏതാണ്ട് 7ഓളം ജില്ലകളിൽ മ്യൂസിയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് എൻ്റെ മണ്ഡലമായ കോഴിക്കോട് സൗത്തിലും ഒരു മ്യൂസിയം ആയിക്കൂടാ എന്ന ചിന്തയിൽ നിന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ പഴയ കെട്ടിടം ഏറ്റെടുക്കുകയും 1 കോടി രൂപ വകുപ്പിൽ നിന്ന് ചിലവഴിച്ചുകൊണ്ട് അതിന് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് മ്യൂസിയം നിർമ്മാണത്തിന് കോർപ്പറേഷനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ 5ഓളം കളിസ്ഥലങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ കളിസ്ഥലങ്ങൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 5 വർഷം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ഞാനൊരു പുതുമുഖമായിരുന്നു. എന്നെ പരിചയപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിലെ എല്ലാ ജനങ്ങൾക്കിടയിലും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരുമായി ചേർന്ന് നിന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അന്യതാബോധമില്ലാതെ ഓരോ വീട്ടിലും കയറി ചെന്ന് വോട്ട് ചോദിക്കാൻ സാധിച്ചു എന്നത് എടുത്തു പറയാൻ പറ്റുന്ന നേട്ടമാണ്. അതൊക്കെ വോട്ടായി മാറിത്തീരും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടിന് ജയിക്കും എന്ന പ്രതീക്ഷയാണ് അവസാനമായി ഇപ്പം നിങ്ങളോട് പങ്കുവെക്കാറുള്ളത്. കേരളത്തിലെ ഏതൊരു LDF MLA പോലെ തന്നെ പ്രതിനിധിയെ പോലെ തന്നെ വികസന പദ്ധതികളുടെ ഒരു നീണ്ട നിര തന്നെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. എന്തായാലും വികസന പദ്ധതികൾ തന്നെയായിരിക്കും. മറ്റുള്ള ആരോപണങ്ങളും ഈ എക്സിറ്റ് പോളുകളിലുള്ള പ്രതീക്ഷകളെല്ലാം മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ LDF സർക്കാർ ഉയർത്തിപ്പിടിച്ച ഒരു നയം, ആ നയത്തിന് വലിയൊരു സ്വീകാര്യത ലഭിക്കും എന്ന് തന്നെയല്ലേ സാർ ചുരുങ്ങി നോക്കും? കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള എക്സിറ്റ് പോളുകളും UDFന് ഭൂരിപക്ഷം പ്രവചിക്കുകയും LDFനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഞാൻ 3ാം സ്ഥാനത്തെത്തും എന്നായിരുന്നു ഒരു ചാനൽ പറഞ്ഞത്. ആ രീതിയിലുള്ള പ്രചണ്ഡമായ പ്രചാരവേലകൾ ഇപ്പോഴും നടന്നു വരികയാണ്. തിരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് പലപ്പോഴും UDF വർഗീയതയെ വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ LDF എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിനാണ് പ്രാമുഖ്യം കൊടുത്തത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞത് വികസനം മാത്രമായിരുന്നു. സ്വാഭാവികമായും പ്രബുദ്ധരായ കേരള ജനത അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയതയ്ക്കെതിരായി മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന LDFന് വോട്ടുകൾ ചെയ്യും എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ LDF മൂന്നാം ഊഴം ഭംഗിയായി തന്നെ തിരിച്ചു വരും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്.
എന്തായാലും അതുതന്നെയാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ദേവർകോവിൽ മുൻ മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലയളവിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളിൽ നടപ്പിലാക്കിയ ജനോപകാരമായ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ അത് തനിക്ക് ഈ മണ്ഡലത്തിൽ മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ദേവർകോവിലിൻ്റെ പ്രതീക്ഷ. എല്ലാ ആശംസകളും അഡ്വാൻസായി നേരുകയാണ്.